இருக்குங்க മോഡൽ എക്സാം. ഭാഗ്യത്തിന് പേര് ഇനീഷ്യലൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു, റോൾ നമ്പറും കറക്റ്റ് ആയിട്ട് ചെയ്തു. സ്കൂളിന്റെ കോഡ് തെറ്റിച്ചു കൊടുത്ത് ബെസ്റ്റ് അതിലിങ്ങനെ പൂരിപ്പിച്ചിട്ടോ. മിസ് പറഞ്ഞു ഇവിടെ ആരും പൂരിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിട്ട് ഹായ് ഫ്രണ്ട്സ്, വീഡിയോ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ ഫസ്റ്റ് മോഡൽ എക്സാം ആണ്. ഫസ്റ്റ് മോഡൽ എക്സാം എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടും മോഡൽ എക്സാം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ എഴുതാൻ പോവാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മോഡൽ എക്സാം. അപ്പം ഇന്നാണ് ആ ദിവസം. അപ്പം ഭയങ്കര പേടിയുണ്ട്, പഠിച്ചിട്ടുണ്ടെങ്കിലും പേടിയുണ്ട്. ഇന്ന് മാത്സിൻ്റെ എക്സാമാണ്. അപ്പോൾ ഉച്ചവരെ ഉള്ളൂ പരീക്ഷ. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ദിയമോക്ക് ഇന്ന് തന്നെയാണ് എക്സാം തുടങ്ങണത്. ദിയമോക്ക് ഇന്ന് ഹാഫ് ഇയർലി എക്സാം ആണ് തുടങ്ങുന്നത്. എനിക്ക് 10+2 മോഡൽ എക്സാം ആണ്. അപ്പം ഞങ്ങളെ ആൻസർ ഷീറ്റ് സാധാരണ മാതിരി അല്ലാന്ന് തോന്നുന്നു. അങ്ങനെ മാറ്റമുണ്ട്. ബോർഡ് എക്സാമിൻ്റെ ആ ഒരു മോഡലാണ്. ബുക്ക് മാതിരി ബുക്കിലെറ്റ് എന്തോ അല്ലേ അതിന് പറയാം. അപ്പം ആദ്യമായിട്ടാണ് അതിലൊക്കെ എഴുതാൻ പോണത്. 9:20 to 9:30 വരെ എന്തൊക്കെയോ ഫില്ല് ചെയ്യാനുള്ള ടൈം. പിന്നെ മറ്റേ ഇതില്ലേ പേരും ഇതൊക്കെ അത് ഫില്ല് ചെയ്യാനുള്ള ടൈം 10 മിനിറ്റ്. പിന്നെ 9:30 to 9:45 വരെ കൂൾ ഓഫ് ടൈം. അതിൽ ആൻസർ ഷീറ്റ് നമുക്ക് തരൂല, ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ തരുള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുക, പെൻസിലുകൊണ്ട് സൈഡിൽ എഴുതി വെച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ വായിക്കണം, അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ 9:45 to 12:45 എക്സാം. മാത്സ് പേടിയോ പറയുമ്പോൾ ട്യൂഷനുണ്ട്, പഠിച്ചിട്ടുണ്ട്. സത്യം കഴിഞ്ഞ പ്രാവശ്യം കുറവ് മാർക്ക് മാത്സിനായിരുന്നു. മുരിങ്ങാലക്കറിയും കൂർക്ക മെഴുക്കുവരട്ടിയും. ഞാൻ ഇങ്ങനെ പഠിക്കണത് ആദ്യമായിട്ടാ. എന്താ അറിയോ പഠിക്കണത്? ഇന്നലെ 12 മണി വരെ പഠിച്ചു. ഇന്ന് രാവിലെ 4 മണിക്ക് എണീറ്റു. അമ്മ വന്നപ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നു. എന്താ വെച്ച് ഞാൻ കമന്ന് കിടന്ന് ഇങ്ങനെ പോയി. 12 മണി വരെ ഇരുന്ന് ഉറങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ അതെനിക്ക് നല്ല ഉറക്കം വരും. പക്ഷേ എനിക്ക് എണീക്കാൻ തോന്നണില്ല. എന്നാൽ പഠിക്കുകയും വേണം, അതിൻ്റെ പേരിൽ എണീറ്റതാ. ഫ്രണ്ട്സ്, ദിയമോള് ചോറുണ്ടാണ് കേട്ടോ. ചീരക്കറിയും കൂർക്ക മെഴുക്കുവരട്ടിയും കൂട്ടിയിട്ട്. അപ്പോൾ ദിയമോൾക്ക് EVS ആണ് എക്സാം. ദിയമോളൊക്കെ പഠിച്ചിട്ടാണ് പോണത് കേട്ടോ. പ്രശ്നം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതാണ് പ്രശ്നം. ദിയമോള് ഉച്ചവരെയുള്ളൂ കേട്ടോ രണ്ടാക്കും. അപ്പം ഇന്ന് വൃശ്ചിക 1 അപ്പം രാവിലെ എല്ലാവരും കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോകണം അല്ലേ? ഹലോ, സ്കൂളിലെത്തിയിട്ട് ഗായ്സ് പരീക്ഷ എഴുതി കൊണ്ടിരിക്കാണ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പരീക്ഷ എഴുതി. ഇന്നത്തെ ഫുൾ എക്സ്പീരിയൻസ് ഞാൻ പോയി വന്നിട്ട് പറഞ്ഞുതരാം. അപ്പം എക്സ്പീരിയൻസ് പറയണതുണ്ട് കേട്ടോ ബാക്കി. അപ്പം ഞാൻ പോയി വന്നിട്ട് കാണാം ഗൈസ്. ഫ്രണ്ട്സ്, എല്ലാവരും എക്സാം കഴിഞ്ഞെത്തിയിരിക്കുന്നു. വാവകൾ എങ്ങനെ മോഡൽ എക്സാം സിമ്പിൾ ആയിരുന്നോ? എനിക്ക് ഒരു 36 37 14 14 40 36 36 37 കണക്കോ? എനിക്ക് മാർക്ക് അങ്ങനെ ഒന്നും ഊഹിച്ച്
പറയാൻ എനിക്കറിയില്ല ഗൈസ്. ഇത് തെറ്റിപ്പോയതാ. അപ്പൊ ഞാൻ വേറെ പേജിൽ പുതിയതായിട്ട് എഴുതി. ഇങ്ങനെയാണ് ആൻസർ ഷീറ്റ് വരും. ഇതാണോ ക്വസ്റ്റ്യൻ? ഇത് തെറ്റിയതാ. ഇത് എനിക്ക് ആൻസർ കറക്റ്റ് അല്ല കിട്ടിയത്. അപ്പൊ ഞാൻ വേറൊരു പേജ് വാങ്ങിയിട്ട് പേജ് വാങ്ങാൻ പറ്റുമോ? ഞാനില്ലേ ആദ്യമായിട്ട് 3 പേപ്പറിൽ എഴുതി. ഇങ്ങനെ മാർജിൻ വരച്ചാലൊക്കെ മാർക്ക് കിട്ടുള്ളൂ. ആണോ? ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി നോക്കുമ്പോൾ മാർജിൻ വരച്ചിട്ട് ആ അപ്പുറത്തെ നമ്മൾ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. ഇപ്പുറത്തെ ആൻസർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യണം. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കണം ഇടയ്ക്ക്, എന്നാലേ മൈൻഡ് ഇതാവുള്ളൂ. അങ്ങനെ വെള്ളമൊക്കെ ആൻസർ ഇട്ടപ്പോ വെള്ളം കുടി ചുരുക്കം പറഞ്ഞ വെള്ളം കൂടി വാങ്ങി നടന്നിട്ട് വെള്ളം കുടിക്കും. അല്ല എന്താ ഇത് പാവേ? ഫസ്റ്റത്തെ 10 മിനിറ്റ് അമ്മ മറ്റേ ഫസ്റ്റത്തെ പേജില്ലേ പൂരിപ്പിക്കേണ്ട പേജ് പ്രാക്ടീസ് ആണ്. ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനെ ചെയ്യണത്. ഭാഗ്യത്തിന് പേരും ഇനീഷ്യലൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു, റോൾ നമ്പറും കറക്റ്റ് ആയിട്ട് ചെയ്തു. സ്കൂളിന്റെ കോഡ് തെറ്റിച്ചവിടുത്ത് ബെസ്റ്റ്. സ്കൂളിന്റെ ഞാൻ ഉണ്ടല്ലോ സെന്റർ നമ്പറിന്റെ അവിടെയാണ് നമ്മളെ സ്കൂളിന്റെ കോഡ് എഴുതിയത്. സെന്റർ നമ്പറിന്റെ അവിടെ നമ്മൾ എവിടെ പോയിട്ടാണോ ഈ എക്സാം എഴുതുന്നത്, ബോർഡ് എക്സാം ഒരു സ്ഥലത്ത് പോയിട്ട് എഴുതുമല്ലോ, അത് ഏത് സ്കൂളാണോ ആ സ്കൂളിന്റെ നമ്പറാണ് ഇതിൽ വേണ്ടത്. ഞങ്ങളെ സ്കൂളിന്റെ നമ്പർ എഴുതി വെച്ച് ബബിൾ ചെയ്ത് വെച്ച് അതില് ഇപ്പുറത്തിരിക്കണ ചേട്ടനോട് ചോദിച്ചു എവിടെ സ്കൂളിന്റെ ഇത് എഴുതേണ്ടത് ചോദിച്ചു. അപ്പൊ അത് പറയുമ്പോ +2 ഞാൻ 10 എന്നോടാ ചോദിക്കണത്. ഞാൻ പറഞ്ഞു ഇവിടെയാണ് പറഞ്ഞു. അതിലിങ്ങനെ പൂരിപ്പിച്ചിട്ടോ സെന്റർ നമ്പറിന്റെ അവിടെ. മിസ് പറഞ്ഞു ഇവിടെ ആരും അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിട്ട് അല്ല അപ്പൊ അവര് പറഞ്ഞു തരില്ലേ അവിടെ അപ്പൊ അതിന് മുന്നേ നിങ്ങൾ പൂരിപ്പിച്ചോ? അവര് പറയണ പ്രയറിനൊന്നും ഞങ്ങൾ നിക്കേ വേണ്ട. കാരണം ഈ പൂരിപ്പിക്കേണ്ട 10 മിനിറ്റ് ആണ് പ്രയർ നടക്കണത്. അപ്പം ഞങ്ങൾ ഇരുന്ന് ഇത് സംഭവം തന്ന് ബുക്ക്ലെറ്റ് തന്ന് ഞങ്ങളത് ഇരുന്ന് പൂരിപ്പിക്കാം. എന്നിട്ട് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ഞാൻ ആൻസർ ഷീറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷെ ഞാൻ 15 മിനിറ്റ് എഴുതിയില്ല. ഞാൻ ഫുള്ള് നോക്കി എന്നിട്ട് ടിക്കറ്റ് വെച്ചു. MCQ ഫുള്ള് ഞാൻ ടിക്കറ്റ് വെച്ചു. MCQ പക്ക അടിപൊളിയായിരുന്നു. MCQ അത് ഞാൻ ടിക്കറ്റ് വെച്ച് ഞാൻ MCQല് സമയം കളഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം കളഞ്ഞമാതിരി. ഇത് ഞാൻ ഫുള്ള് ടിക്കറ്റ് വെച്ചോണ്ട് വേഗം എഴുതി അങ്ങനെ പോയി. MCQ നമ്മളായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ആർക്കറിയാം. ബാക്കിയുള്ളതും ഞാൻ വിചാരിച്ച അത്ര ടഫ് ഉണ്ടായിരുന്നില്ല. കാരണം PT2 പറയുമ്പോൾ ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നിയത്. ടഫല്ല, എഴുതാൻ സമയം കിട്ടിയില്ല. ടഫ് അത് രണ്ടും കൂടെ വന്നു. പക്ഷെ മോഡൽ 1 എന്നൊക്കെ ഞാൻ പറഞ്ഞേ ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ബോർഡ് ലെവൽ ചെയ്യുന്നു, പക്ഷെ എഴുതാൻ പറ്റി. ഓക്കെ നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. ഗ്രേറ്റ് മാർക്ക് ഉണ്ടാവില്ല, അത് ഞാൻ ഇപ്പോഴേ പറയാണ്. ഗ്രേറ്റ് മാർക്കൊന്നും ഉണ്ടാവില്ല, ഗുഡ് മാർക്ക്, ആവറേജ് ആവില്ല. ഓക്കെ നോക്കാം. ഇതിന്റെ റിസൾട്ട് എന്നാ വരുന്നേ? മോഡൽ എക്സാമിന്റെ പേപ്പർ തരൂല ഇല്ലേ? മാർക്ക് പറയൂല. ആണോ? പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും, അതിൽ പറയൂല. നാളെ എന്താ എക്സാം? നാളല്ല, മറ്റന്നാ. ഒന്നരാടെ ഇടവിട്ടാണ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് മലയാളത്തിന് ഒരു ദിവസം, മലയാളം കഴിഞ്ഞിട്ട് സയൻസിന് 2 ദിവസം ഉണ്ട്. 2 ഡേ, 2.5 ഡേ. SS-നും 2.5 ഡേ. എന്ന് വെച്ചാൽ ഈ ഒരു ഉച്ച രാത്രി, പിന്നെ നാളെ ഫുള്ള്, മറ്റന്നാ ഫുള്ള്. നമുക്ക് നാളെ ഇല്ലേ ക്ലാസ്? ഞാൻ ഉണ്ടല്ലോ ബസ്സിൽ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ഇപ്പുറത്തെ ഒരു താത്തണ്ടേ, ആ താത്തനെ കണ്ടൊക്കെ ചുമന്നിരിക്കണേ. എന്നിട്ട് പഠിക്കണേ +2. അപ്പം എന്നിട്ട് താത്തനോട് പറയാ, ഞങ്ങള് കുറച്ച് കമ്പനിയാണ്, കാരണം ലൈൻ ബസ്സിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് വന്ന സമയത്ത്. അതില് കണ്ടൊക്കെ ചുമന്നിരിക്കണ്ട്. ഞാൻ അങ്ങനെ നോക്കിയപ്പോ അപ്പം പറഞ്ഞു എക്സാമിന് ഉറങ്ങാതെ എന്നാ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തേ ഉറങ്ങിയില്ലേ പറഞ്ഞു. അപ്പൊ ഇല്ല ഉറങ്ങിയിട്ടില്ല പറഞ്ഞു. അത് കാണാണ്ട് മുഖത്ത് ഭയങ്കരമായിട്ട് കാണാണ്ട് ഉറങ്ങാത്തത്. ഞാൻ പിന്നെ 4 മണിക്കൂർ ഉറങ്ങി, അൽഹംദുലില്ലാ. എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഉറങ്ങിയോ? അമ്മി അപ്പൊ എഴുതിയത് ശരിയാണോ തെറ്റാണോ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ റെസ്റ്റ് ടൈം ഉണ്ട്. പഠിക്കാനുള്ള സമയമാണത്. അല്ല, പഠിക്കാനുള്ള സമയമല്ല. ഇത് എക്സാം പേപ്പർ തന്നു കഴിഞ്ഞിട്ട്
കുറച്ച് നേരം മുന്നേ അപ്പൊ ഞാൻ റെസ്റ്റ് ടൈം അല്ല ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന ടൈമിലാണ് കൂൾ ഓഫ് ടൈമിന്. അല്ല എക്സാം കഴിഞ്ഞിട്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചോളോട് കൊടുക്ക്. മിക്സഡ് ആക്കി ചോദിക്കുക ഡാഷ് ഈസ് ദ സ്പെഷ്യൽ ഫുഡ് ഓഫ് ബിഹു. പിത്ത ഗുജിയല്ലേ? പിത്തയാണ് ഓക്കെ. ഗുജിയ മറ്റേ ഹോളിന്റെ ആണ്. ഡാഷ് ഡ്രിങ്ക്സ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫ് ആന്ധ്രാപ്രദേശ് ഈസ്. ഗാഡി ഡാഷ് നീഡ് എ സപ്പോർട്ട് ടു ഗ്രോ. ഡാഷ് നീഡ് എ സപ്പോർട്ട് ടു ഗ്രോ. ഓപ്ഷൻസ് ഉണ്ടാവും. Trees, climbers, shrubs, herbs. ക്ലൈംബേഴ്സ് Kumbh-Mela is held every dash years. The fastest mode of transportation is. Aeroplane. The person who makes and sells sweet. Confection. World's biggest festival. കുംഭമേള. The festival marking the end of Ramadan. ഈദുൽ ഫിത്തർ. A kind of leafy vegetable eaten with hot rice. ഹാക്ക്. The part of plant that grows into fruits. ഫ്ലവർ. An insect that feeds on leaves. കാറ്റർപില്ലർ. ദേവുവിന്റെയാണ് Earthworms are commonly found. ദേവുടെ in dry പ്രശ്നമല്ല, soil. ദേവുവിന്റെ മാത്സിന്റെ ആണ് ഞങ്ങൾക്ക് ഇതിന്റെ വാക്സിന്റെ പേപ്പർ ഞാൻ കാണിച്ചുതരാട്ടോ. നമുക്ക് അറിയേണ്ടത്. ഇതിന്റെ ഒക്കെ ആൻസർ പറഞ്ഞേ. ഫസ്റ്റത്തെ 198, സെക്കൻഡത്തെ 14, തേർഡത്തെ 2R, 1/2, 40, 64, 2. ഇതൊക്കെ ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞോ? കണ്ടോ? 8/2 കണ്ടോ? 2 ടിക്ക് ചെയ്തിട്ട്. പിന്നെ MCQ ഷീബ മിസ്സിനെ കണ്ടോ ഇറങ്ങിയപ്പോ? മിസ്സിനോട് ഡൗട്ടൊക്കെ ചോദിച്ചു. മിസ് ക്ലിയർ ചെയ്ത് തന്നു. കഴിഞ്ഞിട്ടോ? കഴിഞ്ഞിട്ട്. ഇതെന്താണെന്ന് അറിയോ? Earthworms are commonly ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ 25ാമത്തെ മാത്രം ചെറിയൊരു തപ്പിത്തടഞ്ഞു, ബാക്കി ഫുള്ള് ഇങ്ങനെയായിരുന്നു. അത് ഇങ്ങനെ അതെനിക്ക് പറയാനുള്ള അല്ല ചേച്ചീന്റെ ആൻസർ ഷീറ്റിൽ കണ്ടാ മതി എന്നാണ് അമ്മ പറയണത്. കുഞ്ഞ് നല്ല ആൻസർ പറഞ്ഞല്ലോ. മിടുക്കിയാണ്, അമ്മയാണ് ഇന്നലെ പഠിപ്പിച്ചു കൊടുത്തത്, പപ്പയാണ് മാത്സ് ഇതുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ക്ലാസ് ഓൺലൈൻ ക്ലാസ് അല്ല, മറ്റേ എന്താണ് യൂട്യൂബ് ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇങ്ങനെ നോക്കിയതാട്ടോ. അപ്പൊ അതിൽ ഞാൻ ഇത് കണ്ടു. ഇത് കണ്ടപ്പോ ചിലപ്പോ ഇത് വരുമായിരിക്കും ജസ്റ്റ് കാണാൻ വിചാരിച്ചിട്ട് കണ്ട് കറക്റ്റ് വന്നോക്ക. എന്താ ഹാപ്പിനെസ്? ഹാപ്പിനെസ് വരും. ആളാണ്. എനിക്കറിയാം. ആരാ? അതെ അതെ. ആരാ? ഞാൻ ഇന്നലെ എന്താ വരാഞ്ഞത്? ശ്രീകുട്ടി എനിക്കറിയാം. വേറൊരു ഹാപ്പിനെസ് ഉണ്ട് ദേവന്. എനിക്കോ? നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഒരു സാധനം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ദേവുവിന്റെ ഏതാണ് ഒരു വിലമതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റ് നഷ്ടപ്പെട്ടെന്നില്ലേ? വാച്ച്. ഫ്രണ്ട്സ്, അപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോണ്ട് നിൽക്കാണ്. രാവിലെ പോയത്തേനേക്കാളും കറി ഉച്ചക്ക് വന്നപ്പോണ്ട് കൈ. മുരിങ്ങയിലക്കറി, സാമ്പാർ. മുരിങ്ങയിലല്ല, ചീരയാണ്. ചീരക്കറി, സാമ്പാർ, മാങ്ങാ പുളിശ്ശേരി അല്ലേ, മാങ്ങാ പുളിശ്ശേരി, കൂർക്ക, മാങ്ങാച്ചാറ് ഒക്കെ പാടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിന്നിട്ടൊരു പവറിന്. അപ്പം നല്ല മറ്റേ ദാഹ തീം പാട്ട് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനിരിക്കും ഗൈസ്. അപ്പം നാളെ ഫുൾ ഡേ ഉണ്ട്. ഇംഗ്ലീഷാണ് മറ്റന്നാൾ, കുഴപ്പമില്ലാത്ത സബ്ജക്റ്റ് ആണ്, എന്നാലും നമ്മൾ പഠിക്കണമല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും എന്തായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.